നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയാണ്. ആ ഒരു നിമിഷം ചിലപ്പോൾ നമ്മളെ കരയിപ്പിക്കുന്നത്. രണ്ട് സംസ്കാരങ്ങളുടെ ചേരലാണ്. ചിലപ്പോൾ പ്രവൃത്തികളുടെ പോകാം, പക്ഷെ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. നമസ്കാരം. സമയമായി എന്ന ചാനലിലേക്ക് ശ്രീ വിനോദ് വൈശാഖി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹം ഒരു മലയാള അധ്യാപകനാണ്, ഒപ്പം ഒരു കവിയാണ്. രാഷ്ട്രീയത്തിലെ ഇപ്പോൾ നിലവിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഇന്നത്തെ ഈ സമയമായി എന്ന ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന് നമസ്കാരം. സമയമായി എന്ന പേര് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. നമ്മുടെ കേരളീയ ജീവിതത്തിന് ഒരുപാട് ചിത്രങ്ങളുണ്ട്, നീറുന്ന ആത്മരോദനങ്ങളുണ്ട്. ഈ വ്യത്യസ്ത ചിത്രങ്ങളെയും നീറുന്ന ആത്മരോദനങ്ങളെയും പരസ്പരം നമ്മൾ കണ്ണി ചേർക്കുമ്പോഴാണ് കാഴ്ച മനോഹരമായി തീരുന്നതും അതോടൊപ്പം തന്നെ അത് സംഗീതമാകുന്നതും ചിലപ്പോൾ നമ്മളെ കരയിപ്പിക്കുന്നതും. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ ഹെമിംഗ്വേ ആണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ അമേരിക്കക്കാരനാണ്. അദ്ദേഹം ക്യൂബയിൽ വെച്ച് എഴുതിയ രചനയാണ് കിഴവനും കടലും. സത്യം പറഞ്ഞാൽ അതിലെ സാന്റിയാഗോ ഒരു തൊഴിലാളിയാണ്, നമ്മുടെ തീരത്തിൻ്റെ ഒരു ശക്തിയായ കഥാപാത്രം. അയാൾ വേട്ടയാടുന്നത് മത്സ്യങ്ങളെയാണ്. ശരിക്കും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. പ്രകൃതി നഷ്ടപ്പെട്ടാൽ മനുഷ്യനും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ കടലേ എൻ്റെ കടലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും കടലിൽ കാറ്റും കോളുമൊക്കെ വന്ന് ദുരന്തങ്ങൾ വന്ന് ഓഖി വന്ന് നമ്മളെ മത്സ്യത്തൊഴിലാളികളെ ദൂരേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ ഇടക്കെട്ട് കെട്ടി അവസാന ശ്വാസം വരെയും ആരെങ്കിലും വരും എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ മനസ്സിൽ കാണുമ്പോഴാണ് നമ്മൾ എഴുത്തുകാരനാവുന്നത്. തീർച്ചയായും ഒരു അർത്ഥവത്തായ കുറേ വരികളും ഒപ്പം തന്നെ ആ ഒരു വ്യക്തിയുടെ ഒരു ജീവിത കഥയാണല്ലോ വായിച്ചത് ആ ബുക്കിലൂടെ. അതെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും ഈ ഒരു കവിത അല്ലെങ്കിൽ ഒരു മലയാള അധ്യാപകനായി വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? അതായത് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കരിങ്കുളത്ത് ജനിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറം എനിക്കൊരു ലോകമില്ല. ഇവിടെ എന്തൊക്കെ നടന്നാലും അതെല്ലാം കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ, ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ, ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ, അതിനൊന്നും നമ്മൾ പ്രശ്നവൽക്കരിക്കുന്നില്ല. പകരം ഓരോ കാര്യത്തെയും നമ്മൾ പരിശോധിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ നാട്ടിലുള്ള നന്മകൾ എന്തൊക്കെയാണ്? ഇന്ന് കുരിശിൻ്റെ വഴിയായിരുന്നു. അതെ. ഞാൻ കൊച്ചടത്തുവ എന്ന് പറഞ്ഞ് അത് ഷൂട്ട് ചെയ്ത് എൻ്റെ മൊബൈലിൽ ആദ്യം ഇട്ടു. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയാണ് ആ ഒരു നിമിഷം. ആ കുരിശ് ഇങ്ങനെ സഞ്ചരിക്കുന്ന നിമിഷം തരുന്ന ഒരു എഴുത്തുണ്ടല്ലോ. ഞാൻ തിരിച്ചു വന്നിരുന്ന് വെള്ളി എന്നൊരു കവിത എഴുതി. ഇന്ന് ഞാൻ എഴുതിയ കവിതയുടെ പേര് വെള്ളി എന്നാണ്. 2 വരി പറയാമോ? ഓരോ കുരിശും ഓരോ യാത്രയുടെ വാഹനമാണ്. അതാണ് ആദ്യത്തെ വരി. ഓരോ കുരിശും ഓരോ യാത്രയുടെ വാഹനമാണ്. ആ വാഹനം സുരക്ഷിതമാക്കി നൽകിയ ഒരു മനുഷ്യനുണ്ട്. അയാൾ ശരിക്കും ചോര പൊടിഞ്ഞ് നമ്മുടെ മണ്ണിലേക്ക് വീഴുമ്പോൾ, അടർന്ന് വീഴുമ്പോൾ ആ മണ്ണിൽ എൻ്റെ ചോരയാണ് അത് എന്ന് ഓർമ്മിച്ച് നമ്മളെല്ലാവരും വിലപിക്കാറുണ്ട്. കുരിശ് എന്നും ഒരു വാഹനമാണ്. അപ്പോൾ ഇതിങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു മനുഷ്യന് ഒരുപക്ഷെ കുരിശൊരു വാഹനമാണെന്ന് എഴുതിയിരിക്കില്ല അല്ലേ? ഈ ഉരുണ്ടു പോകുന്ന വീലുകൾക്ക് പകരം മനുഷ്യരാണ് സഞ്ചരിക്കുന്നത്. പാദങ്ങൾ ചെരുപ്പില്ലാതെ സഞ്ചരിക്കുന്നവരാണ്. അത് എന്നെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ പ്രലോഭനങ്ങളിൽ കൊടുക്കരുത് എന്ന് പറയുമെങ്കിലും ഞങ്ങളെയൊക്കെ എഴുതാൻ പ്രലോഭിപ്പിക്കുന്ന ഇതാണ്. ഞാൻ നാടിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. പതുങ്ങി പൊഴിമുറിച്ചറബിക്കടലിൻ്റെ എഴുത്തച്ഛന്മാരേറ്റുവാങ്ങുന്ന നിമിഷത്തിൽ വാവാടും തുറ ചന്ദ്രവളയം കൊട്ടിപ്പാടും വിഴിഞ്ഞം മഹാരാജൻ പൊന്നാട ചാർത്തും നിന്നെ ബുധദർശനത്തിൻ്റെ പഞ്ചാര മണൽത്തട്ടിൽ കോവളം തിരക്കയ്യാൽ മുത്തമിടുമ്പോൾ ചിന്നമാർ താണ്ടൻ തുറ
വീട്ടിലെ മൺപാത്രങ്ങൾ കുരിശിൽ മുത്തം വച്ചു ദാഹിച്ചു പൊരിയുമ്പോൾ നെയ്യാറിന് അസ്വസ്ഥത പങ്കുവയ്ക്കുന്നു. അവളപ്പോഴും ചൂളം കുത്തി പായുവാൻ ശ്രമിക്കുന്നു. ചിന്ന മാർത്താണ്ഡൻ തുറ. ഞാനത് ചോദിക്കാൻ വരുമോ? അതെ, അവിടെയും നമ്മുടെ നാടിനെ തീർച്ചയായും. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോൾ ചിന്ന മാർത്താണ്ഡൻ തുറ എന്നൊരു കല്ലുണ്ടായിരുന്നു. സ്കൂളിന് മുൻപേ. അങ്ങേക്ക് അറിയാവുന്ന എനിക്കറിയില്ല. ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിൽ 0 എന്ന് അടയാളപ്പെടുത്തിയിരിക്കും. ഓക്കെ. പിന്നെയാണത് പുതിയ തുറയായി മാറുന്നത്. എന്തായാലും തുറയാണ്. അപ്പോൾ ആ തുറയിൽ വന്നു ചേരുന്ന എന്താണ്? കാടിനിടയിലൂടെ ഒഴുകി വരുന്ന നെയ്യാറാണ്. 2 സംസ്കാരങ്ങളുടെ ചേരലാണ്. ഒന്ന് കിഴവൻ്റെയും കടലിൻ്റെയും പിന്നെന്താണ് മീനുകളുടെയും ഒക്കെ വലിയ ലോകത്തിലെ മൽപ്പിടുത്തം. മറ്റൊന്ന് അഗസ്ത്യാർ വനങ്ങളെ, അവിടെയുള്ള ജൈവ ജീവിതത്തെ മുഴുവൻ അടയാളപ്പെടുത്തി അതിൻ്റെ ഔഷധ ഗുണത്തെ മുഴുവനും കൊണ്ടുവരുന്ന നെയ്യാർ. അങ്ങനെ നെയ്യാർ എന്ന് പറയുന്ന ഒരു ഔഷധ നദിയും അറബിക്കടൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഔഷധ ലോകവും ചേർന്ന ഒരു പാരസ്പര്യമുണ്ട്. ആ പാരസ്പര്യമാണ് ഞങ്ങളെയൊക്കെ എഴുത്തുകാരനാക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഞാനിങ്ങനെ കടലിനെക്കുറിച്ച് എഴുതിക്കൊണ്ടേയിരിക്കും. കുഞ്ഞുങ്ങൾ പിച്ച വയ്ക്കുന്ന കടൽ തീരത്തെക്കുറിച്ച് എഴുതും, കൊട്രാളിനെ കുറിച്ച് എഴുതും, അങ്ങനെക്കുറിച്ച് എഴുതും. താങ്കളുടെ ഓരോ വാക്കിലും ഒരു കവിത ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. താങ്കളോട് സംസാരിക്കുമ്പോൾ ആ കവിത നമുക്ക് ശ്രവിക്കാൻ പറ്റുന്നുണ്ട്. അതാണല്ലോ അതൊരു കവിതയെ മാറുന്നത്. തീർച്ചയായും. ഇവിടെ താഴെ പോകുമ്പോൾ കുട്ടികൾ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കും, നമ്മൾ ശരിക്കും മെസ്സിയോ അല്ലെങ്കിൽ മർഡോണയോ ഒക്കെ അപ്പുറം അല്ലേ? ഒരു മധുരക്കൊപ്പ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മുടെ, അല്ലേ? മധുരക്കൊപ്പ മഹാകാശത്തേക്കുയർത്തി മിശിഹ, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം. ഹാഡിപ്പോൾ നിന്റെ കാൽപന്ത് രാജാക്കന്മാരുടെ കാനറിപ്പടയിലേക്കൊരു മിന്നലായി നെയ്മറ വീഴ്ത്തി. മാലാഖയുടെ വിശുദ്ധ പാദത്താൽ ഉയർന്നു താഴുന്നേരം എഡേഴ്സൺ ബോധം കെട്ടു. ഇങ്ങനെ ആ കവിത ഇങ്ങനെ ഒഴുകി വന്നിട്ട് നമ്മൾ അവസാനം എഴുതുന്നത്, കണ്ണുകൾ നിറഞ്ഞ് കാൽമുട്ടുകൾ മണ്ണിൽ മുത്തിക്കുനിഞ്ഞിരിക്കും നെയ്മർ, തോളിനെ തോളോട് ചേർത്ത് ആശ്വസിപ്പിക്കും മിശിഹ മെസ്സിയല്ലോ. രാഷ്ട്രീയത്തിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് രാഷ്ട്രീയത്തിലോട്ട് കിടക്കുകയാണ്. അതായത് ഇന്നത്തെ രാഷ്ട്രീയത്തിനെ എങ്ങനെയാണ് കണ്ടുവരുന്നത്? ഈ സൗഹൃദം രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്യാവശ്യമായ ഒന്നാണ്. പരസ്പരം അറിയുക എന്നുള്ളത്. ഈ നമ്മുടെ രാഷ്ട്രീയം ഒരിക്കലും വൈകാരികമായ വിഷയങ്ങളിലേക്ക് മാറില്ല. അതെപ്പോഴും മനുഷ്യനെ ചങ്ങല കൊണ്ട് ബന്ധിക്കുന്ന ഒന്നാകരുത്. പകരം ചങ്ങല അണിയാൻ അല്ലെങ്കിൽ ചങ്ങല കയ്യിൽ പൂട്ടാൻ പറ്റുന്ന ഒന്നായി മാറരുത്. പകരം അതെന്താവണം? ചങ്ങലയില്ലാത്ത ഒരു ലോകം, ആരെയും ചങ്ങലക്കിടാത്ത ഒരു ലോകം, പരസ്പരം അറിയുന്ന ഒരു ലോകമായിരിക്കും. യുവതലമുറയോട് ഒരു വാക്ക് പറയുകയാണെങ്കിൽ തെറ്റിനെയും ശരിയെയും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈ ശരിക്കും തെറ്റും ശരിയും അറിയുന്നവർ തന്നെയാണ്. പക്ഷേ ഈ പ്രാർത്ഥനകൾ പലപ്പോഴും അവൻ്റെ തെറ്റിനെ മാറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും വലിയൊരു പുതിയ തുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശം, സ്വന്തം ദേശം, ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദേശം, ആ ദേശത്ത് പ്രാർത്ഥന. ഞാൻ ഇന്ന് രാവിലെ പോയപ്പോൾ ഞാനിങ്ങനെ രാവിലെ നടക്കുകയാണ്, 6 മണിക്ക് നടന്ന് ഈ പള്ളിയുടെ മുമ്പിലെത്തിയപ്പോൾ ഞാനൊരു 15 മിനിറ്റ് അവിടെ നിന്നു. ഞാൻ കേട്ടത് വെറോണിക്ക ഇങ്ങനെ ആ മുഖം ഒപ്പിയെടുക്കുന്നതാണ്. അതുവരെ ഞാൻ കേട്ട് കണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഞാൻ പറയുന്നത്, ഇതെല്ലാം കേൾക്കുന്ന മനുഷ്യൻ, കുരിശേറ്റത്തെ അറിയുന്ന മനുഷ്യൻ, ഇതെല്ലാം അറിയുന്നവൻ എന്തുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകുന്നത്? എന്തുകൊണ്ട് തെറ്റിപ്പോകുന്നു? എന്തുകൊണ്ട് അവൻ മയക്കുമരുന്നിലോ മദ്യത്തിലോ ഒക്കെ കുരുങ്ങിപ്പോകുന്നു, കഞ്ചാവുകളിലേക്ക് തിരിയുന്നു? ഇങ്ങനെയൊക്കെ തിരിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ തിരിച്ചെന്തുകൊണ്ടാണ് നമുക്ക് മനുഷ്യരാക്കി മാറ്റാൻ പറ്റാത്തത്? ഒരു മനുഷ്യനിൽ ഒരുപാട് മുഖങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനുള്ളിൽ തന്നെ ഒരുപാട് മനുഷ്യർ വസിക്കുകയാണ്. ഇത് അവൻ്റെ തന്നെ സ്വാർത്ഥതയാണോ, അല്ലെങ്കിൽ അവൻ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ പെരുമാറ്റം? എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുവനിൽ ഒരുപാട് പേരിയ്ക്കുന്നു. ഗ്രാംഷി എന്നൊരു എഴുത്തുകാരനുണ്ട്, വലിയ ചിന്തകനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഗ്രാംഷി തലതിരിഞ്ഞ മനുഷ്യരെക്കുറിച്ച് പറയും, മനുഷ്യരിൽ തന്നെ. അപ്പോൾ അദ്ദേഹം പറയുന്നു, നമുക്ക് സാംസ്കാരിക സ്ഥലികളുണ്ട്. ഈ ക്ഷേത്രം ഒരു സാംസ്കാരിക സ്ഥലിയാണ്.
പള്ളി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സ്ഥലിയാണ്. രാഷ്ട്രീയ പ്രവർത്തനവും ഒരു സാംസ്കാരിക സ്ഥലിയാണ്. നമുക്ക് ആ സാംസ്കാരിക സ്ഥലികളിൽ നല്ല സംവാദങ്ങൾ വേണം, ചർച്ചകൾ വേണം. അത് നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടപ്പെടുന്ന ഇടത്താണ് വിപത്ത് കയറി വരുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ സ്വയം തിരുത്താനാവാത്ത ഒരാളായി മാറുന്നു. ചിലപ്പോൾ കവിതയൊക്കെ കേൾക്കുമ്പോൾ അവൻ മനസ്സ് ശാന്തമാവുകയോ വൈകാരികമാവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ മനുഷ്യൻ സ്വയം എന്ത് ചെയ്യണം? സ്വയം തിരുത്തപ്പെടണം. അപ്പോൾ ഒരാളിൽ തന്നെ ഒരുപാട് പേരിങ്ങനെ ഇരിക്കും. ആ ഒരുപാട് പേരിൽ ഒരാൾ ആരായിരിക്കും? അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും. ചിലപ്പോൾ ഒരാൾ യേശു ക്രിസ്തുവായിരിക്കും, ചിലപ്പോൾ ഒരാൾ ശ്രീകൃഷ്ണനായിരിക്കും, ചിലപ്പോൾ ഒരാൾ നെൽസൺ മണ്ടേല ആയിരിക്കും. ഇങ്ങനെ ഒരാളിൽ ഒരുപാട് പേർ വസിക്കും. അതിൽ ആരൊക്കെയാണ് എടുത്ത് പുറത്തേക്ക് കളയേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ്. അത് അങ്ങനെ തീരുമാനിക്കണം. അങ്ങനെ ഒരാൾ രൂപപ്പെട്ട് വരണം. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. 2-3 ദിവസത്തിന് മുമ്പ് ഈ വീട്ടിനകത്ത് വ്യത്യസ്തമായ ചില സംഭവങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ സ്വാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. സ്വാർത്ഥതയില്ലാത്ത സാഹിത്യ പ്രവർത്തനമാണ് നടത്തുന്നത്. ഒരു ലീഡറാകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പിന്നിലായിരിക്കും. അല്ലാണ്ട് ഒരാൾ ലീഡറാവുന്നില്ല. അതായത് എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇവിടെ മാറ്റാനുണ്ട്, അതിന് ഞാൻ മുൻകൈ എടുത്തു തന്നാലേ നടക്കുള്ളൂ എന്നതാണല്ലോ ലീഡർ ജനിക്കുന്ന അവിടെ നിന്നാണ്. അപ്പോൾ ആ ലീഡർ നയിക്കുന്ന ആ ഒരു പാതയിലൂടെയാണ് മറ്റ് അണികൾ അല്ലെങ്കിൽ മറ്റ് കൂടെ ഉള്ള സുഹൃത്തുക്കൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ ലീഡറിനുണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ്? ഒരു ലീഡറിന് വേണ്ട ക്വാളിറ്റികൾ? സത്യം, ധർമ്മം, ദയ, പിന്നെ ഇത് 3 വേണം. ജ്ഞാനം, പ്രവൃത്തി, വിശ്വാസം. ഇത് 3 വേണം. ചിലപ്പോൾ പ്രവൃത്തി ഉണ്ടാവും, നല്ല പ്രവൃത്തി ഉണ്ടാവും, പക്ഷെ ജ്ഞാനം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ പ്രവൃത്തികളിൽ പോകാം, പക്ഷെ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. ഇത് 3 ശരിക്കും അത് ബുദ്ധൻ്റെ ദർശനങ്ങളാണ്. ഇത് 3 ഞാൻ എല്ലാവരെയും കാണുന്നത്, ഇപ്പോൾ അങ്ങേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബുദ്ധൻ്റെ, ഞാൻ ഇങ്ങനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധ ദർശനമായിട്ടാണ്. നല്ലൊരു ബുദ്ധ ദർശനം. നിങ്ങളെ ഞാൻ കാണുന്നത് ഒരു ബുദ്ധനായിട്ടാണ്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കാണുന്നത് ജ്ഞാനവും പ്രവൃത്തിയും വിശ്വാസവുമുള്ള ഒരു മനസ്സുള്ള ഒരു മനുഷ്യനെയാണ് കാണുന്നത്. അങ്ങനെ ആവണം നമ്മൾ. തീർച്ചയായും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു. അങ്ങനെ ആവുമ്പോൾ നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റും, നമുക്ക് ലീഡറാവാൻ പറ്റും. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ജനങ്ങളോടൊപ്പം നീങ്ങുക, ജനങ്ങളുടെ നല്ല വഴിയിലൂടെ നമ്മളും സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ നേതാവാകുന്നത്. നമ്മുടെ വഴിയിലൂടെ ജനങ്ങളെ കൊണ്ടുപോവുകയല്ല. നമ്മുടെ വഴി ചിലപ്പോൾ നല്ല വഴി ആയിരിക്കില്ല. ആ നല്ല വഴി അല്ലാത്ത അടുത്തൂടെ ജനങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ ജനം അയാളുടെ പുറകെ പോവും. നേരെ മറിച്ച് ജനങ്ങൾ സഞ്ചരിക്കുന്ന ക്ഷേമം, സമാധാനം, ഐശ്വര്യം, സാമ്പത്തിക ഭദ്രത, പാർപ്പിടം, വെള്ളം, വെളിച്ചം, പട്ടയം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. ഇങ്ങനെ ആകുന്ന നല്ല ഒരു സ്ഥലത്തേക്ക് ജനം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നവനാണ് ശരിക്കും നേതാവ് എന്ന് പറയുന്നത്. തീർച്ചയായും നല്ലൊരു വാക്കുകളാണ് കേട്ടത്. ഞാൻ പറയുന്നത് വെച്ചാൽ പുസ്തകം ഒരു വിധത്തിൽ മറ്റൊരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ രൂപകൽപ്പന ചെയ്യാൻ പറ്റും, പുസ്തകങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറയുമ്പോഴേക്കും എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല താങ്കളുടെ ടേസ്റ്റ്, അതെ, മറ്റൊരാളുടെ ടേസ്റ്റ് ആയിരിക്കില്ല മറ്റൊരാളുടെ. അപ്പോൾ അവിടെ അവരെ ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതെ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം, നമ്മുടെ നാട്ടിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രന്ഥശാലകൾ ഒരുപാടുണ്ട്. ഈ ഗ്രന്ഥശാലകൾ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം, നല്ല രീതിയിൽ ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് ഗ്രന്ഥശാലകളുണ്ട്, ഗ്രന്ഥലോകം തന്നെയുണ്ട് വായിക്കാൻ, അതിനകത്ത് ഒരുപാട് രചനകൾ വരുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഗ്രന്ഥശാലകൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് നാടിൻ്റെ തന്നെ വിളക്കുമരങ്ങളാണ് ഗ്രന്ഥശാലകളെന്നാണ്. പക്ഷേ ആ ഗ്രന്ഥശാലകളെ തുറന്നു വയ്ക്കുക മാത്രമല്ല, അതിലെ പുസ്തകങ്ങൾ വായനാ മത്സരത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒന്നായി മാറരുത്. പകരം ഗ്രന്ഥശാലകളിലേക്ക് ഒരു പുതിയ തലമുറയെ എത്തിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഗ്രന്ഥശാല തന്നെ നടന്ന് വീട്ടിലേക്ക് പോകുന്നു, ഗ്രന്ഥശാലകൾ സ്കൂളിലേക്ക് പോകുന്നു. അതുകൊണ്ട് വായന പൊതുവിൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് നല്ല ബുദ്ധിയുള്ള ജനതയാണ്. ശരിക്കും നമ്മുടെ കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയും പോലെ എല്ലാം നമ്മൾ പറഞ്ഞ് അവർ നെഗറ്റീവ് ആക്കരുത്. പകരം അവരെല്ലാം വൈജ്ഞാനികമായി ഉയർന്നു നിൽക്കുന്നവരാണ്. ഇപ്പം തന്നെ ഞങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം പറയുന്നത് എന്താണ്,
ക്യാമ്പസിലേക്ക് തിരിച്ചു പോകും. നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് കഴിഞ്ഞു വന്നു. പക്ഷെ നിങ്ങൾ ഇനി ക്യാമ്പസിലേക്ക് പോകുന്നത് നിങ്ങൾ ഉദ്യോഗസ്ഥനായിട്ടായിരിക്കണം. പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കണം. അതുകൊണ്ട് ക്യാമ്പസിലേക്ക് തിരിച്ചു പോകൂ എന്നാണ്. പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ വീടിനടുത്തിരുന്ന് ജോലി ചെയ്യൂ. ഇങ്ങനെ എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്ന, എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകുന്ന ഒരു കാലത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ പുതിയ തലമുറ എന്ന് പറയുന്നത് ശരിക്കും ആർട്ടും ഇൻ്റലിജൻസും എല്ലാം ചേർന്ന ഒരു തലമുറയാണ്. നമ്മൾ പലപ്പോഴും അവരെ ഇങ്ങനെ പഴിച്ചാൽ അവർ നേരത്തെ എഴുന്നേൽക്കുന്നില്ല. നൈറ്റ് ലൈഫാണ് അവർക്ക്, അല്ലേ? പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മുടി നീട്ടി വളർത്തിയ ആളുകളെ കുറ്റം പറയുക, കമ്മലിട്ട ആളിനെ കുറ്റം പറയുക. യഥാർത്ഥത്തിൽ പിന്നെ അങ്ങനെ ഒരു കമ്മലിടുകയും ഒരു തലമുടി എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പാടില്ല. അവർ ആ രീതിയിൽ കണ്ടിട്ട് സദാചാരത്തിൻ്റെ ആളുകൾ അവരെ എതിർക്കുക. ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ ഇന്ത്യ മുഴുവൻ നോക്കൂ. ഗുജറാത്ത് എന്താണ്? ഗുജറാത്ത് ഒറീസയോ അല്ലേ? ഗുജറാത്ത് കലാപം നടന്നു, ഒറീസയിൽ കലാപം നടന്നു. അങ്ങനെ ഒരു കലാപത്തിൻ്റെ സംസ്ഥാനങ്ങൾ. മണിപ്പൂരിൽ കലാപം നടന്നു. അവിടെയൊക്കെ ആരാണ് വേട്ടയാടപ്പെടുന്നത്? ന്യൂനപക്ഷങ്ങളാണ്, അല്ലേ? ONV എഴുതിയിട്ടുണ്ട്, വേട്ടയാടപ്പെടും ആശ്രമമൃഗത്തിൻ്റെ പായും അഭയാർത്ഥിയുടെ അഭയകൂടാരത്തിൽ അഗ്നി വർഷിക്കവേ നീ അതിൽ ഉയർക്കുന്നു സൂര്യ. അതാണ് നമ്മുടെ അഭയകൂടാരങ്ങൾ. നമ്മൾ അഭയം തായോ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ അഗ്നി വർഷിക്കുകയാണ്. അതല്ല നമ്മൾ ഇറാനിൽ കണ്ടത്, അതാണല്ലോ നമ്മൾ പലസ്തീനിൽ കാണുന്നത്. അഗ്നി വർഷിക്കുകയാണ്. ആ അഗ്നി വർഷിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക? അപ്പോഴാണ് ONV സാർ പറഞ്ഞത്, നീ അതിലുയർക്കുന്നു സൂര്യ. ആ സൂര്യൻ ആരാണ്? ആ സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരും ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്തുടർച്ചയുള്ളവരും ഇവിടെ തന്നെയുള്ള മത സ്ഥാപനങ്ങളിലെ തുടർച്ചയായി നിൽക്കുന്നവരും എല്ലാം എന്താണ്? അവരെല്ലാം ഓരോരുത്തരും ഓരോ സൂര്യന്മാരാണ് എന്ന് കരുതണം. ഇവിടെയാണ് നീ ഉയർക്കേണ്ടത്. നീ ഉയർക്കേണ്ടത് ഇവിടെയാണ്. പായും അഭയാർത്ഥി പാഞ്ഞു പോവുകയാണ്. പല സ്ഥലത്തും നിൽക്കാൻ പറ്റാതെ അവൻ ഓരോ സംസ്ഥാനത്ത് നിന്ന് മാറി മാറിപ്പോകുന്നു. ഒറീസയിൽ നിൽക്കാൻ കഴിയാത്തവൻ അവിടുന്ന് പലായനം ചെയ്യുന്നു, കാടുകളിൽ അഭയം പ്രാപിക്കുന്നു. അവിടെയൊക്കെ അവർക്ക് തുണയായി നീ ഉയർക്കുക എന്ന് ONV സാർ എഴുതി വച്ചിട്ടുണ്ട്. ഇരതേടലേ ജന്മം ചെന്നായ കിതയ്ക്കുന്നു, ഇനി മറ്റൊരു തീരം, ഇനിയും കുഞ്ഞാടുകൾ. എത്ര കുഞ്ഞാടുകളാണ് പിന്നെ ഗാസയിലൊക്കെ കൊല്ലപ്പെട്ടതല്ലേ, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ കുഞ്ഞാടിനെ തേടി ചെന്നായ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളിലെ ചെന്നായ്ക്കൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രതിരോധം, ഇവിടെയും പ്രതിരോധിക്കും. കാരണം കേരളത്തിൽ നിന്ന് നീ എന്തിനടാ ഇതൊക്കെ പറയണമെന്ന് ചോദിക്കും. നമ്മൾ പറയണത് എന്താണ്? എല്ലായിടത്തും ഇരുന്നത് പറയണം, അല്ലേ? തീർച്ചയായും. അതെ. അപ്പോൾ വിനോക്ലീറ്റസ് ഇപ്പോൾ സമയമായി അല്ലേ? സമയമായി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിന് വേണ്ടി എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ നാടിനെ ഓർമ്മ വരുന്നു, നിങ്ങളെ ഓർമ്മ വരുന്നു. മാത്രമല്ല പിന്നെ നിങ്ങളുടെ പുഞ്ചിരി എൻ്റെ മനസ്സിനെ കുളിർപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ അഭിമുഖമായിരിക്കുന്ന ആൾ നമ്മളെ എന്ത് ചെയ്യണം? നമ്മളെ കുളിർപ്പിക്കാൻ കഴിയണം, നമുക്ക് സ്നേഹം തരാൻ കഴിയണം അങ്ങോട്ടും ഇങ്ങോട്ടും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ എന്നൊരാശയമുണ്ട്. ഇന്ന് നമ്മൾ കണ്ട വാർത്ത എന്താണ്? ഒരു പെൺകുട്ടിയുടെ പുറകെ 3 പേർ ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ പോവാണ്. പീഡിപ്പിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ തോക്ക് കണ്ട് 3 പേരെ വെടിവെച്ചു. ഒരാൾ മരിച്ചു എന്നാണ് വാർത്ത. അപ്പോൾ അയാൾക്ക് അപ്പോൾ ഇത് കുറ്റക്കാരൻ ആരാണ്? വെടിവെച്ച ആളാണ് കുറ്റക്കാരൻ, അല്ലേ? അയാൾ ആ ഒരു നിമിഷത്തെ വൈകാരിക ഇതുകൊണ്ട് അയാൾ വെടിവെച്ചു. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ഭാഗത്ത് സംരക്ഷകരും ഒരു ഭാഗത്ത് വേട്ടയാടുന്നവരുമുണ്ട്, വേട്ടയാടപ്പെടുന്നവരുമുണ്ട്. അതുകൊണ്ട് വേട്ടയാടുന്നവരുമുണ്ട്. നമ്മൾ വേട്ടയാടുന്ന പറഞ്ഞാൽ വേട്ടക്കാർ. ശരിക്കും തുടക്കം സാറ് പറഞ്ഞു വന്ന വേട്ടയാടലിനെ കുറിച്ചാണ്. അതിവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ യാത്രകളിൽ സമയം എന്ന് പറയുന്നത് ആർക്കും വേണ്ടി നിൽക്കാറില്ല. സമയം നല്ല സമയം, ചീത്ത സമയം, അങ്ങനെ ഒരു സമയം ഇല്ല. എന്തായാലും എല്ലാ സമയവും നമ്മൾ തന്നെയാണ് വിനിയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, താങ്കളൊരു ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ എനിക്കൊരു ആശയമുണ്ട്, പക്ഷെ അത് ഞാൻ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവണില്ലല്ലോ. അതെന്തുകൊണ്ട്? അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്താൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലോട്ട് വന്നിട്ടുണ്ട് എപ്പോഴും? ഒരിക്കലുമില്ല. കാരണം എന്താ പറയുക, എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഭാഷയെ ആദ്യമായി ഈ പൊതു സമൂഹത്തിൽ ബർഗ്മാൻ തോമസ് ആണ്. അറിയാമോ ബർഗ്മാൻ തോമസ്? കേട്ടിട്ടുണ്ട്. എഴുത്തുകാരനാണ്, കൊച്ചുതുറ സ്വദേശിയാണ്. ബർഗ്മാൻ കൊച്ചുതുറക്കാരനാണെങ്കിലും ദേശത്തിന്
പ്രിയപ്പെട്ടവനാണ്. അയാളുടെ പുസ്തകത്തിനൊരു മാംസവും ചോരയും എന്നാണ്. ഡോക്ടർ അയ്യപ്പ പണിക്കരും അതുപോലെ ദേശമംഗലം രാമകൃഷ്ണൻ്റെയൊക്കെ ശിഷ്യനാണ് ബർഗ്മാൻ തോമസ്. ആ പുസ്തക പ്രകാശനത്തിൽ ഞാനും പോയിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെ കഥയിൽ ആവിഷ്കരിച്ച ഒരു എഴുത്തുകാരൻ വേറെയില്ല. നമ്മൾ നാടെഴുത്തെന്ന് പറയും, ഇനിയും എഴുതണം ഒരുപാട്. ശരിക്കും നമ്മളെ കരിങ്കുളത്തേക്ക് അറിയണമെങ്കിൽ ബർഗ്മാനെ വായിക്കണം. അതിനകത്ത് ബർഗ്മാൻ തീരദേശത്തിൻ്റെ ഭാഷ അതിനെങ്ങനെ മെരുക്കി എടുത്ത് പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. പഴയ ഒരു കാര്യം വച്ചുകൊണ്ട് തന്നെ കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പറയുന്നത് മനസ്സിലാവും. നമ്മൾ പള്ളിയിൽ മണിയടിക്കുമ്പോൾ ആളുകൾ ഓടി വരുന്നതിന് കാരണം അവർക്ക് മനസ്സിലായി മണിക്ക് എന്തോ പറയാനുണ്ട്, ഈ മണിയിലൂടെ ഒരു സമൂഹത്തിലെ പ്രശ്നം വരുന്നുണ്ട് എന്ന്, അല്ലേ, ആ പ്രതിധ്വനി വരുന്നുണ്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ അവരുടെ ഭാഷയിലേക്ക് ഇറങ്ങിപ്പോകണം. അതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും. ഇപ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുന്നു, അവന് അറിയാവുന്ന ഭാഷയിലേക്ക് നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പോകാനാണ് എന്നെപ്പോലുള്ള ഒരാൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പുതിയതുറയിൽ ഒരു കടൽപ്പാട്ട് സംഘമുണ്ട്. അവർ സാഹിത്യ അക്കാദമിയുടെ ക്യാമ്പിൽ ക്ലീറ്റസും, അത് ആ കടൽപ്പാട്ടുകാരൻ്റെ പേരും ക്ലീറ്റസ് എന്നാണ്, അച്ഛൻ്റെ പേര് ക്ലീറ്റസ് എന്നല്ല. ഇനി വേറൊരു വിൻസെൻ്റ് ഉണ്ട് അവിടെ, പിന്നെ ഒരു ജെയിംസ് ഉണ്ട്. ഈ ജെയിംസ് ഒന്നും 1ാം ക്ലാസ് വരെ പോയ ആളല്ല, പക്ഷെ അവരൊക്കെ പാടുന്നത് ഈ ഞണ്ടേ പിടിച്ച് നങ്കൂരമിട്ട് കണവയെ കോരിങ്കളെ, ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ആണ് ആ കടൽപ്പാട്ടിൻ്റെ. അവർ നീലേശ്വരത്ത് പാടി, സർക്കാരിൻ്റെ പ്രതിനിധികളായി കേരളീയത്തിൽ പാടി, ഓണത്തിന് പോയി പാടി. അപ്പോൾ അവർക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വം ഉണ്ടാവണം. സാമ്പത്തികമായ സുരക്ഷിതത്വം പ്ലസ് അവരെ കലാകാരനായി അംഗീകരിക്കണം. ഇതിനകത്തൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും വാദിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കാത്തതും ഈ തീരത്ത് തന്നെ ജീവിച്ച് അവസാന ശ്വാസം വരെ ഈ തീരത്ത് തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് ഇതാണ്, ഇവിടെ ജനിച്ചപ്പോൾ ഇവിടുത്തെ ഈ മണ്ണിൽ ചവിട്ടാതെ ഈ കടലിൻ്റെ ഇരമ്പം കേൾക്കാതെ ഒന്നും നമുക്ക് ഒരിടത്തും യാത്ര ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം നമ്മൾ അലിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അലിഞ്ഞു നിൽക്കുന്ന നമ്മളെ കൂടുതൽ അലിഞ്ഞിവിടെ നിൽക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചില്ല, രാഷ്ട്രീയമൊന്നും ഒന്നിനും തടസ്സമാകരുത്. സൗഹൃദങ്ങളെ വളരെ പെട്ടെന്ന് മുറിച്ച് കളഞ്ഞാൽ യോജിപ്പിക്കാൻ വളരെ പാടാണ്. താങ്കളുടെ വാക്കുകളിലുള്ള നമ്മുടെ നാടിനോടുള്ള സ്നേഹം അത് വളരെ വലുതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ ഈ നാടിനോട് അവർക്ക് എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെ, തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഒരുപാട് പേര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നവരുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. അതെല്ലാം നല്ല കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാടഴിഞ്ഞു പോകരുത് എന്നുള്ളത്. നാടിനെ ഒരു പരിക്ക് പറ്റാതെ, അവിടെയാണല്ലോ സ്നേഹം വേണമെന്ന് അതെ, അവിടെയാണ് നമ്മൾ ഇടപെടേണ്ട ഒരു സ്ഥലം. അവിടെ കരിമരുന്ന് ഇങ്ങനെ വന്ന് നിരന്തരം പൊട്ടിക്കൊണ്ടിരുന്നാൽ ദുർബലപ്പെടാത്ത ഒരു ജനത എപ്പോഴും നമ്മുടെ ഇടയിലുണ്ടാകണം. അതാണ് അത്തരത്തിൽ മാറിയാൽ നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. നമ്മുടെ ഈ ഒരു നാട്ടിലെ ഒരുപാട് കലാകാരന്മാരും ഒരുപാട് കലാപ്രേമികളുമുണ്ട്. ഇവർക്കെല്ലാം സംവേദിക്കാൻ നമുക്കിവിടെ നാട്ടിലൊരു പ്രത്യേക ഒരു വേദിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കരിങ്കുളം ഗ്രാമപഞ്ചായത്ത് നമ്മുടെ വലിയ ആശയമാണ്. ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് അതൊരു ആശയമാണ്. പക്ഷേ ആ ആശയം കെട്ടിക്കിടക്കരുത്. ആ ആശയത്തിന് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിലേക്ക് തുറന്നു വിടണം. അതിന് തന്നെ ഉൽപ്പാദന മേഖല, സേവന മേഖല, ഇങ്ങനെ വിവിധ മേഖലകളുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മേഖല, പിന്നോക്കക്കാർക്കുള്ള മേഖല, പട്ടികജാതി പട്ടികവർഗത്തിനുള്ള മേഖല, മത്സ്യത്തൊഴിലാളികൾക്കുള്ള മേഖല. ഈ മേഖലകളിലെല്ലാം തന്നെ സൂര്യൻ്റെ കിരണങ്ങൾ എത്തുന്നത് പോലെ എല്ലാം എത്തണം. അങ്ങനെ വിന്യസിക്കാൻ കഴിയും. അതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സംഘാടനമാണ്. അത് ഒരു പ്ലാനിംഗ് ആണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുന്നതിന് കാരണം പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത്, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. മറ്റത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ എത്തിച്ചേരണം. രോഗികൾ ഒരുപാട് പേരുണ്ട്. ആ രോഗികൾ അടുത്തെത്തിച്ചേരുക. നമുക്ക് ഈ ഉൽപ്പാദനം തുടങ്ങിയ സാധനം ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഉൽപ്പാദന മേഖല ഒന്നും ഇല്ല നമുക്ക്. പക്ഷെ നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിനെ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവിടെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ
ഒരു പ്രോജക്റ്റിനെ ആരെയൊക്കെ സ്വീകരിക്കാൻ പറ്റും അവരെല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഞാൻ ഒരിക്കൽ ശ്രമം നടത്തിയതാണ്. നമ്മുടെ ഈ മുമ്പ് പഞ്ചായത്ത് പറയായിരുന്ന സമയത്ത് ഇവിടുത്തെ കലാകാരന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇടപെടാനൊക്കെ ഒരു ശ്രമം നമ്മൾ നടത്തിയിരുന്നു. ഒരുപാട് കലാകാരന്മാരുണ്ട്, അവിടെ ആർട്സും സ്പോർട്സും ഉണ്ട്. അതെ അതെ. സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ പുതിയതുള്ള ചെറിയ കാര്യമാണോ? നമ്മൾ ഒരു ഫ്ലക്സ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് വന്നിട്ട് നമ്മൾ പറയണത് എന്താണ്, നമ്മളൊക്കെ ആര് അല്ലേ? തീർച്ചയായും. ഓരോരുത്തർ ഇങ്ങനെ കപ്പ് ഉയർത്തി നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ അല്ലേ, 10ാം ക്ലാസ്സും +1 +2 ഒക്കെ കഴിഞ്ഞ് ഒരു ലെവൽ എന്താണ്, നമ്മൾ അതൊക്കെ മേലെയാണ് അവരുടെ ലെവൽ. അത് പലപ്പോഴും അറിയാതെ പോകുന്നു. അവർക്ക് ഒരു ഷോർട്ട് കട്ടല്ല ആവശ്യം, എല്ലാം ഷോർട്ട് കട്ടാണ്. അവർക്ക് ഒരു തുറന്ന പാതയാണ് ആവശ്യം. അവരെല്ലാം സ്വീകരിക്കപ്പെടണം. കപ്പ് നേടിയവരെല്ലാം, വനിതകളുടെ ഫുട്ബോൾ ടീം വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും എന്ന് ഒരാൾ മാത്രം ചിന്തിച്ചാൽ പോരാ. അത് ഈ സമൂഹം എല്ലാവരും ചേർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. താങ്കളോട് ചോദിക്കുവാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ഇന്നും ബാക്കിയാണ്. പക്ഷെ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒരുപാട് നീണ്ട ചർച്ചയിലോട്ട് പോകും. എന്നിരുന്നാലും ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ വരുന്ന ഈ തലമുറയ്ക്ക് നമുക്ക് ഉയർച്ച താഴ്ച എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ധനം ഒരു ആപത്താണ്, പക്ഷേ വിദ്യാഭ്യാസം ഒരു നേട്ടവുമാണ്. ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, ധനം എത്ര തന്നെ കിട്ടിയിരുന്നാലും അതിന് കിട്ടുവാനോ അടുത്ത കൈ നീട്ടാൻ അവൻ തയ്യാറാവുകയാണ്. പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവൻ ആരോടും കൈ നീട്ടുന്നില്ല. അവനൂടെ അവൻ്റെ കഴിവിനെ തന്നെ അവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അപ്പോൾ ധനം ആപത്തല്ലേ? ധനം പല രീതിയിലും ധനം നമ്മുടെ അടുത്തേക്ക് വരും. ഈ അധ്വാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ധനം, അത് ആരാണോ അധ്വാനിച്ച് നേടുന്നത് അയാളെയും കുടുംബത്തെയും സംരക്ഷിക്കും. ഒപ്പം അങ്ങനെ അധ്വാനിച്ച് നേടുന്ന ധനത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ശരിക്കും സമൂഹം കാണുന്നത് ഒരു, നമ്മൾ പറയുമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തന്നെ കാണും അങ്ങനെയുള്ള ആളിന്. നേരെ മറിച്ച് ധനം, ഒരുപാട് ധനം, ആവശ്യത്തിലധികം ധനമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, ഒരുപാടുണ്ട്. അത് അവർ തന്നെ അധ്വാനിക്കുന്നതാണ്. കടൽ പണിക്ക് പോയി അധ്വാനിക്കുന്നവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുന്നവരുണ്ട്. അതെല്ലാം അവരുടെ അധ്വാനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ പറയുമല്ലോ, അന്യജീവൻ ഉദജി ജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന് പറയും. വിവേകം നഷ്ടപ്പെടാതിരുന്നാൽ മതി. ധനം ഉണ്ടാകുമ്പോൾ എന്ത് നഷ്ടപ്പെടരുത്? വിവേകം നഷ്ടപ്പെടരുത്. അപ്പോൾ ധനം വരുന്നയാൾ വിവേകിയായിരുന്നാൽ അത് മറ്റുള്ളവർക്ക് കൂടെ എന്തു ചെയ്യും? ഉപയോഗിക്കാൻ കഴിയും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ധനം ധൂർത്താവരുത് എന്നേ ഉള്ളൂ. താങ്കൾ പറഞ്ഞു വന്നത് മറ്റൊരു വിങ്ങാണ്, മറ്റൊരു മേഖലയാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യം കൂടെ. എന്താണ്? ഞാനൊരു സംവാദത്തിൽ ഒരു ഫോറിനറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ആശയം ഞാൻ പങ്കുവെച്ചു. ഞാൻ കണ്ടുമുട്ടുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ആവശ്യമുണ്ട് എങ്കിൽ അത് എന്നാൽ കഴിയുന്ന രീതിയിൽ അയാൾക്ക് ചെയ്തു കൊടുക്കാം. അതിലൂടെ അയാൾ നാളെ മറ്റൊരാൾക്കൂടെ പകർന്നു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനമാണ്. അങ്ങനെയും വിചാരിക്കേണ്ട. അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു കട ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ആ കടയ്ക്കുള്ള എന്തെങ്കിലും പറ്റുന്നത് പോലെ ചെയ്യുകയാണ്. ആ ഒരു ആശയം ഞാൻ പങ്കുവച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടിയ റിപ്ലൈയിൽ നിന്ന് എനിക്കൊരു ചേഞ്ച് ഉണ്ടായി. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഈ വാങ്ങുന്നകളൊന്നും വാങ്ങാൻ മാത്രമായിരിക്കും പ്രിയം കൂട്ടുക. അതേ സമയത്ത് അദ്ദേഹത്തിന് അയാളുടെ കഷ്ടപ്പാടുന്ന വരുന്ന വരുമാനം കളയുവാനോ അത് നശിപ്പിക്കുവാനോ താല്പര്യപ്പെടില്ല. ഇന്ന് താങ്കൾ കൊടുക്കുന്നു, അത് സക്സീഡ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ആയില്ല എങ്കിൽ അയാൾ പിന്നെയും അടുത്ത ആരെനിക്ക് കൊണ്ട് തരും എന്നതാണ് അയാളുടെ ചിന്ത. ആ ഒരു വിനിയോഗം ശരിയല്ലല്ലോ. അത് ശരിയല്ല. അതായത് ഈ വാങ്ങുന്നവൻ അവൻ നിരന്തരം ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ വാങ്ങുന്നവൻ മറ്റുള്ളവരിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവൻ സ്വയം പ്രാപ്തിയുള്ളവനായി മാറാൻ, ഈ വാങ്ങുന്ന ധനം ഉപയോഗിച്ചുകൊണ്ട് സ്വയം വളരാൻ, സ്വയം വളർന്ന് ഇനി വാങ്ങിയതിനെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥ, അതാണ് ഏറ്റവും മനോഹരമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും. അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി സ്വയം വളർന്നുകൊണ്ടേയിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? വിധേയത്വത്തോടു കൂടി നടക്കുക, സ്വയം ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ വ്യക്തി തന്നെ സ്വയം
പതുക്കെ പതുക്കെ അലിഞ്ഞു പോകുന്നതിന് സമാനമാണ്. ഇല്ലാതായി പോകും വ്യക്തി. അതെ, തീർച്ചയായും. അത് അയാളുടെ വ്യക്തിത്വം ഇല്ലാതാവും. അപ്പോൾ അവിടെ അവസാനം ഞങ്ങളുടെ സംസാരം അല്ലെങ്കിൽ സംവാദം അവസാനിക്കുന്നത് ഇവിടെയാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതാണ് ആദ്യം നേടേണ്ടത്. എങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട ആവശ്യമില്ല. ഇന്ന് അയാളെ കാണുന്ന സാഹചര്യം ചിലപ്പോൾ ബസ് സ്റ്റാൻഡിന് ഫ്രണ്ടിലായിരിക്കാം. അത് ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അയാളൊരു ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന ആളായിരിക്കും, അയാളൊരു യാചകനായിരിക്കില്ല. അപ്പോൾ അത് വിദ്യാഭ്യാസത്തിന് തന്നെയാണ് മുൻതൂക്കം. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവണം. നമുക്ക് ഫോക്കസ്ഡ് ഉണ്ടാവണമെന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇന്നങ്ങ് പോകട്ടെ എന്നതല്ല, ഇന്നത്തെ ദിവസത്തെ എൻ്റെ ക്രിയകൾ എന്തൊക്കെയാണെന്ന് തലേദിവസമേ ഞാൻ പ്ലാൻ ചെയ്യണം. അവിടെയല്ലേ നമ്മുടെ വിജയം. അല്ലാത്ത പക്ഷം സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെന്ന് പറഞ്ഞാൽ അതൊരു കൃത്യമായുള്ളൊരു മറുപടിയല്ല, അത് അയാളുടെ പ്ലാനിങ്ങും അല്ല. അതെ, ഈ ധനത്തിൻ്റെ വിനിയോഗം അത് ഒരു സമൂഹം എങ്ങനെ നടപ്പിലാക്കണം, എനിക്ക് ധനതത്വശാസ്ത്രം അറിയില്ല. പക്ഷേ എൻ്റെ ഒരു പൊതു കാഴ്ചപ്പാടിൽ അവനവൻ അധ്വാനിക്കുകയും അവനവൻ വളരുകയും ചെയ്യണം. തീർച്ചയായും. എങ്കിലേ അവനിലെ മനുഷ്യൻ ശക്തനാവുകയുള്ളൂ. ഇതിനെല്ലാം ഉപരി ഒരു കാര്യം കൂടെ, നമ്മുടെ കലാലയങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്നാൽ നല്ലതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലതവണയും. അതായത് സ്വഭാവം മാത്രം നമ്മുടെ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നില്ല, അതൊരു സബ്ജക്റ്റ് ആവുന്നില്ല. അല്ലെങ്കിൽ വിവേകം ഉണർത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. കുറച്ച് പാഠപുസ്തകങ്ങൾ അതുപോലെ തന്നെ ഇവരുടെ തലയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, അതവർ പഠിക്കുന്നു. അവർ 10 വർഷം 15 വർഷം കഴിയുമ്പോഴേക്കും അവർ പുറത്തിറങ്ങുന്നു, അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോഴേക്കും. അവിടെ വിവേചന ബുദ്ധിയില്ല. ഇത് ഇന്നൊരു തലത്തിൽ പറയുകയാണെങ്കിൽ, അറിവുണ്ടെങ്കിൽ അത് വിവേചനമായി മാറും. അറിവിനൊപ്പം വിവരം കൂടെ വേണമെന്ന് പറയും, വിവേചക ബുദ്ധി. അപ്പോൾ അതെന്തുകൊണ്ട് നമ്മുടെ കലാലയങ്ങളിൽ ചെയ്യുന്നില്ല? അതിനൊരു സെപ്പറേറ്റ് ക്ലാസ് ഇല്ല. ഉണ്ട്, ഓരോ ടീച്ചേഴ്സ് അവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. പക്ഷെ അതൊരു സബ്ജക്റ്റ് ആകുമ്പോൾ മാത്രമേ അറ്റൻഷൻ കൂടുകയുള്ളൂ. നമ്മുടെ കലാലയങ്ങളിൽ ഇന്ന് പാഠപുസ്തകങ്ങളിലെല്ലാം തന്നെ ഒരു വിദ്യാർത്ഥിക്ക് കടന്നു പോകാൻ പറ്റുന്ന ധാർമ്മികവും അതുപോലെ രക്ഷാകവചവുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും ഉത്തരേന്ത്യൻ പാഠപുസ്തകം പോലെ അല്ല നമ്മുടെ പാഠപുസ്തകം. ഈ പാഠപുസ്തകത്തിൻ്റെ പ്രത്യേകത, കുട്ടികളുമായി സംവാദം നടത്തിയ പുസ്തകങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ പുതിയ സിലബസ്. അതായത് കുട്ടികളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പാഠമാണ് ആവശ്യം. ഇതിനകത്ത് വന്നിരിക്കുന്ന പാഠപുസ്തകത്തിന് വന്നിരിക്കുന്ന കള്ളം എന്നൊരു കവിത ഒരു കുട്ടി എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ് കള്ളം. കുട്ടികൾ എഴുതിയത് അതിനകത്ത് വരുന്നു. മാത്രമല്ല, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഗോത്രഭാഷകളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ വിവിധ ഭാഷകളുണ്ട്. ആ ഗോത്രഭാഷയിലുള്ള കവിതകളും പാഠങ്ങളുമൊക്കെ പുതിയ പാഠപുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അതായത് മനുഷ്യനെ അറിയാൻ പറ്റുന്ന, നമ്മുടെ ഈ ലോകത്തിലെ തന്നെ ജനസമൂഹത്തെ അറിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പാഠപുസ്തകത്തിലുണ്ട്. രക്ഷകർത്താക്കളുമായി ആലോചിച്ച പാഠപുസ്തകം, കുട്ടികളുമായി ആലോചിച്ച പാഠപുസ്തകം, പൊതുസമൂഹവുമായി ആലോചിച്ച പാഠപുസ്തകം എന്ന അർത്ഥത്തിൽ അതിനകത്ത് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് പറ്റുന്ന രീതിയിൽ സംവാദം നടത്താനുള്ള എല്ലാ കോപ്പുകളും അടങ്ങിയതാണ് ഇപ്പോഴത്തെ പാഠപുസ്തകം എന്ന് പറയുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഇനി രണ്ടാമതൊരു കാര്യം കൂടെയുണ്ട്. നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണ്? ടീച്ചർ സെൻറ്ററാണ്, അധ്യാപകൻ സെൻറ്ററായി നിൽക്കും. അവിടെ കുട്ടിക്ക് യാതൊരു റോളുമില്ല. മനസ്സിലായില്ലേ? കുട്ടിക്ക് ഒരു റോളുമില്ല. ഇപ്പോൾ ആർക്കാണ് ഒരു ക്ലാസ് മുറി റോളുള്ളത്? ഒരു കുട്ടി മോൾഡ് ചെയ്യപ്പെടുകയാണ്, അവൻ വാർത്തെടുക്കപ്പെടുകയാണ് സ്വയം. അവൻ നമ്മുടെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ മുമ്പ് ഉപയോഗിക്കാൻ പാടില്ല, ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. അവൻ നമ്മളോട് ചോദിക്കുന്നത് സാറേ മിഠായി ഉണ്ടോ എന്നല്ല, അവൻ ചോദിക്കുന്നത് സാറിൻ്റെ കയ്യിൽ ഹോട്ട്സ്പോട്ട് ഉണ്ടോ എന്നാണ്. തീർച്ചയായും. ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് മുറികൾ ഇൻ്റർനെറ്റിൻ്റെ പുതിയൊരു ലോകത്തെത്തിക്കഴിഞ്ഞു. ഫോണായി അല്ലേ, അങ്ങനെ പുതിയ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവനെ നീ ഒരു മൊബൈൽ ഫോണിന് അഡിക്റ്റാണ്, സ്ക്രീൻ നോക്കിയിരിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് അധ്യാപകൻ, ഇതിങ്ങനെ പറയാം, അധ്യാപകൻ സൗഹൃദത്തിൻ്റെ പൂക്കുട, ഹൃദയത്തിനുള്ളിലെ പാഠം മറിക്കുന്നു കുട്ടികൾ, ക്ലാസ് മുറി ഉത്സവം പൂക്കും മരത്തണൽ, പാഠത്തിൽ നിന്നും അടർന്നു വീഴാതെ കൈപ്പുസ്തകം നെഞ്ചോട് അമർത്തുന്നു കുട്ടികൾ. അതാണ് പുതിയ തലമുറ. അതുകൊണ്ട് പുതിയ ക്ലാസ് മുറിയെക്കുറിച്ചും
അവരുടെ ദിശാബോധത്തെക്കുറിച്ചും ഒന്നും നമുക്കൊരു ആശങ്കയും വേണ്ട. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരും. തീർച്ചയായും നല്ല വാക്കുകളാണ്. പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സിലബസ് നല്ലത് തന്നെയാണ്. അപ്പോൾ ആ സിലബസിൽ വരേണ്ട ഒരു ആശയം മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. പക്ഷേ അത് തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, പക്ഷേ പിള്ളേർ വീട്ടിൽ ചെന്നുകൊണ്ട് അവരുടെ അനലൈസേഷൻ കുറച്ചുകൂടെ മൂർച്ചപ്പെടുത്താനായിട്ട് അവർക്ക് ഡിവൈസസ് ഉണ്ട്. അതിലൂടെ അവർക്ക് മുന്നോട്ട് പോകാം. ഇത് തന്നെയായിരുന്നാലും സമയമായി എന്ന ചാനലിലേക്ക് നമ്മളോട് സംവാദിച്ചതിന് വളരെയധികം നന്ദി. ഒരുപാട് തിരക്കുകളിൽ തീർച്ചയായും ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യം ഇന്നും ബാക്കിയുണ്ട്. പക്ഷേ അതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയം തികയില്ല. അല്ല, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മൾ ഈ നാടറിയേണ്ടത് നമ്മുടെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്. പോകുന്നത് ഒരു എഴുത്തുകാരനാണ്, ബെർഗ്മാൻ തോമസ്. അത് ഷൈജു അലക്സാണ്. അത് വെർജിനാണ്. ഈ കെന്നഡിയാണ്. നമ്മളിങ്ങനെ ഓരോരുത്തരെയും പേര് പറയുമ്പോൾ നമ്മൾ പറയും ഇവരുടെ സംഭാവന എന്താണ്, ഈ വ്യക്തികളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ. അപ്പോൾ വ്യക്തികളെ പഠിക്കാതെ നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും നമ്മൾ ഒരു വ്യക്തിയെ നന്നായിട്ട്, നിങ്ങൾക്ക് എന്നെ പഠിക്കാതെ എന്നിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. എൻ്റെ ഉള്ളിൽ എന്താണ് കിടക്കുന്നത് എന്നുള്ളത് എന്നോട് സംസാരിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? എന്താണ് എൻ്റെ പോയട്രിയുടെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ എഴുതിയ ആദ്യ പുസ്തകത്തിൻ്റെ പേര് മഴ എരിയും കാലം എന്നാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്തത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്. ആ പുസ്തകം ഏറ്റുവാങ്ങിയത് പ്രഭാവർമ്മയാണ്. ഞാൻ രണ്ടാമത് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് കൈതമേൽ പച്ച എന്നാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്തത് MA ബേബിയും സുഗതകുമാരിയും ചേർന്നാണ്. മൂന്നാമത് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് പുരികങ്ങൾക്കിടയിലെ സൂര്യോദയം എന്നാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്തത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണ്. നാലാമത് എഴുതിയ പുസ്തകം എന്ന് പറയുന്നത് ഓലപ്പൂക്കൾ. അതും പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയ പുസ്തകം വന്നു, മനസാക്ഷ എന്ന പുസ്തകം വന്നു. സ്ത്രീപക്ഷ കവിതകളാണ്. അത് പ്രകാശനം ചെയ്തത് MA ബേബിയാണ്. അതും കഴിഞ്ഞ് പുതിയ പുസ്തകം ഇപ്പോൾ വന്നു, ചായക്കടപ്പുഴ. സ്പീക്കറായിരുന്ന ഷംസീറാണത് പ്രകാശനം ചെയ്തത്. ഇത്രയും പുസ്തകങ്ങൾ ആർക്ക് വേണ്ടിയാണ്, അല്ലേ? ഈ പുസ്തകങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടിയാണ്, അല്ലേ? ഞാനിങ്ങനെ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഏറ്റവും അവസാനത്തെ കവിതയുടെ പേര് മണ്ണറിഞ്ഞവൾ എന്നാണ്. മണ്ണറിഞ്ഞവൾ. ഞാൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാനും ഈ കെന്നഡി സഖാവ് ഞങ്ങൾ തീരത്തേക്ക് പോയപ്പോൾ നമ്മൾ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾ എത്ര ചങ്കൂറ്റത്തോടെയും ആർജവത്തോടെയും കൂടെയാണ് രാഷ്ട്രീയം പറയുന്നത്. തീർച്ചയായും അത് പച്ച രാഷ്ട്രീയമല്ല, സാംസ്കാരിക രാഷ്ട്രീയമെന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സാംസ്കാരിക രാഷ്ട്രീയം പറയുന്നത് നമ്മുടെ സംസ്കാരം, കടലും ഈ തീരമൊക്കെ നിൽക്കുന്ന അവിടെ ചെന്ന് അങ്ങ് നിന്ന് നോക്കണം. നമ്മളൊരു വലിയ പരുന്തിനെ പോലെ ഇങ്ങനെ ചിറക് വിരിച്ച് നിൽക്കുമെന്നത് പോലെ തോന്നും നമ്മളെ ആ കടലിൻ്റെ തീരം. അവർ പറയുന്ന സാംസ്കാരിക രാഷ്ട്രീയം എന്താണ് അവർ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിലുള്ള അവരുടെ നീതിയെക്കുറിച്ച് പറയും, നിയമത്തെക്കുറിച്ച് പറയും. അത് അഹങ്കാരത്തോടെ പറയുന്ന സ്ത്രീകൾ അവരാണ് നമ്മുടെ നാടിൻ്റെ എല്ലുമല്ല, അല്ലേ, നട്ടല്ലെന്ന് പറയല്ലേ. അത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു വലിയ ലോകം രൂപപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പോഴും വിചാരിക്കണം എന്താണ്, ഇവർക്കൊന്നും രാഷ്ട്രീയം അറിയില്ല, ചെന്ന് നിന്ന് കൊടുക്കണം, അപ്പോഴേ പറയും അവർ. നമ്മൾ നേരിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞതേ, ഞാൻ പറയും ഇവരൊക്കെയാണ് മണ്ണറിഞ്ഞവൾ. അതെ അതെ. അപ്പോൾ ഞാൻ എഴുതിയ അവസാനത്തെ കവിതയുടെ പേര് മണ്ണറിഞ്ഞവൾ എന്നാണ്. അതിലൊരു 4 പേര് ഞാൻ പറഞ്ഞു തരാം. 4 പേര് ഇടയ്ക്കുള്ളത്. തുടങ്ങുന്നത് എങ്ങനെയാണ്? മണ്ണറിഞ്ഞു വളരും ചെടികൾ മരമാകാൻ കൊതിച്ചു നിൽക്കെ, മഴുവോങ്ങിയ ധിക്കാരത്തിൻ അടിവേരുകൾ അടിപതറട്ടെ. അവളെന്നാൽ ആകാശം പോൽ അളവില്ലാതലിയും മഴ പോൽ ദൂരങ്ങളിലേക്കു കുതിക്കും തുണയായൊരു കൈത്തുഴയല്ലേ. വെയിലാണ്, ചെറുപുഴയാണ്, കണ്ണാണ്, കാതരയാണ്, കനലാണ്, കൺമഷിയാണ്, കലയായവൾ പടപടമേളത്തകിലാണു തരങ്കിണിയാണ്. പെൺമക്കളുദിക്കും ദിക്കിൽ തായാട്ടും താരാട്ടുണരും, തായമ്പക കൊട്ടിക്കേറും താഴമ്പൂക്കാടുകളുലയും. അണിയറ വിട്ടരങ്ങിലേക്ക് വീറിയവൾ പായും പുലിയായി, മുള്ളേറിയ പാദത്താലെ മൺതട്ടുകളാകെ ഇളക്കും. കരികലരും പുഴയിൽ മുങ്ങി തെളിനീരായി പൊങ്ങി വരുന്നു, കാനായി ഉയർത്തിയ ശില്പം തോൽക്കും മറ്റൊരു മൺകൽപ്പം. ഒറ്റയ്ക്കാണൊരു മുറിയാണ്, ഒറ്റക്കാൽ കൂരയിലാണ്,
കുന്നാകെ കുരവയിടും നാൾ കുരവന്നു പിടച്ചവളല്ലേ. തോട്ടത്തിൽ പൂതപ്പാട്ടും ഇലനുള്ളൽ കൈത്താളവുമായി പെൺപറ്റം പാറ്റും ചരിതം എഴുതാനുണ്ടൊത്തിരിയോളം. ചെറുതോണി ഇറങ്ങിപ്പോയി മുണ്ടക്കൈ നീളൻ കൈയായി വെള്ളാർമല വെള്ളം ചുറ്റി ചൂരൽ മല ചൂരലുയർത്തി. എന്നാലും നീന്തിക്കയറും ചില്ലകളിൽ തൊട്ടിലുകെട്ടും മുത്തിക്കൈ തോറും മുത്താൻ മണമുള്ള പണപ്പൂവിരിയും. കായൽ കണ്ണാളെ പെണ്ണെ കരിമണ്ണു മണക്കുന്നോളെ ചന്ദ്രിക വീണുടയും പുഴയിൽ നീന്തുക നീ മീനഴകായി. ഇതാണ് പുതിയ കവിത. ചന്ദ്രിക വീണുടയും കടലിൽ എന്ന് എഴുതാത്തെന്ന് എന്നോട് കൂട്ടുകാർ ചോദിച്ചു. നീ കടലിൻ്റെ അടുത്തല്ലേ താമസം? വീട്ടുപേരും കടലെന്നാണ്. ചന്ദ്രിക വീണുടയും കടലിൽ. ഞാൻ പറയും അതോ ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ചന്ദ്രിക വീണുടയും പുഴയിൽ നീന്തുക നീ മീനഴകായി. അങ്ങനെ ഒരു മീനഴകുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ജീവിക്കുക, ഇവിടെ ജനിക്കുക, ഇവിടെ ജീവിക്കുക, ഇവിടെ നമ്മുടെ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നതേ സുഖം. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ഞങ്ങൾ ഓരോ വരികളിലും ഒരു അഗ്നി ഉണ്ട്. ആ അഗ്നിക്ക് ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതിനെയും ജ്വലിക്കട്ടെ. സമയമായി എന്ന ചാനലിലേക്ക് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചതിനും ഈ സംവാദത്തിൽ ഏർപ്പെട്ടതിനും വളരെയധികം നന്ദി. ശ്രീ വിനോദ് വൈശാഖിക്ക് ഇന്നും മുന്നോട്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഞാൻ മിക്കവാറും ചാനലുകളിലൊക്കെ എൻ്റെ കവിത ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ നാട്ടിൽ നിന്ന് വിനു ക്ലീറ്റസ് ഒരു ക്യാമറയുമായി വരുമ്പോൾ അതിന് മുമ്പിലിരിക്കാൻ നമുക്കൊരു പ്രത്യേക സുഖമുണ്ട്. എന്തായാലും തുടരട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.